അവസാനത്തെ കിഡിലൻ ഒരു രോമാഞ്ചിഫിക്കേഷൻ സീനുണ്ട് കണ്ടോ. കിട്ടി, നീ വാങ്ങിയില്ലേ? ഇല്ല, നീ പോയേ ആ ജയ്സിനെ കാണും, അയാളല്ല ബാജൊക്കെ. ജയ്സേട്ടാ ചേട്ടാ ബാഡ്ജ് അത് വരൂടാ, കൊടുത്തിട്ടുണ്ട്. അല്ലേട്ടാ ബാക്കി എല്ലാവരും കിട്ടി, അവരെക്കാൾ മുന്നേ ഞാനാ കൊടുത്തിരുന്നത്. അതാടാ പറഞ്ഞില്ലേ, വരും, വരുമ്പോ വിളിക്കാം. ഉത്സവത്തിന് അവന് മാത്രം ബാഡ്ജില്ല, അവനെ മാത്രം ഒറ്റപ്പെടുത്തി എല്ലാവരും. പക്ഷെ ദൈവം കരുതി വെച്ചത്. എടാ നീ ഇനി അത് ചോദിക്കണ്ട, നിനക്ക് മനഃപൂർവ്വം തരാത്ത, നീ അത് വിട്ടേക്ക്. നീ എന്ത് കൊടിമര ഘോഷയാത്രയ്ക്കൊന്നും പോകുന്നില്ലേ? ഉത്സവം തുടങ്ങാൻ കാത്തിരിക്കുവായിരുന്നല്ലേ? എല്ലാവരും അവിടെ ബാഡ്ജ് ഇട്ടിരിക്കുമ്പം ഞാൻ മാത്രം എങ്ങനെ ചേച്ചി? അതെന്തുപറ്റി? നിനക്ക് ബാഡ്ജ് കിട്ടിയില്ലേ? അതെന്തുപറ്റിയടാ? വ്യക്തിവൈരാഗ്യം തീർക്കുക ചേച്ചി, ആ ജയേഷും കൂടുള്ളൂ. എന്തിന്? സഞ്ജീവിനെതിരെ ഞാൻ കോടതി മൊഴി കൊടുത്തില്ലേ, അതിൻ്റെ ഹെൽപ്പ. അവൻ്റെയൊക്കെ വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ഇടമല്ല അമ്പലം. നീ വിഷമിക്കണ്ട, അവനൊക്കെ കളിച്ചതേ നിന്നോടല്ല, ദൈവത്തിനോടാ. ഇതിനുള്ള പണി ദൈവം തന്നെ കൊടുത്തോളൂ അവന്മാർക്ക്. മനമൊരുക്കിയുള്ളവൻ്റെ ഒരു പ്രാർത്ഥന, അവൻ്റെ സങ്കടം. എടാ ഒന്നും പറയണ്ട, ഇവിടെ മൊത്തം സീനാറാ. നമ്മളെ ജയിച്ചില്ലേ, അയാളെ തലയിൽ കൂടെ കൊടിമര ഒടിഞ്ഞ് വീണ്ടാ, അയാളെ എടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കും എല്ലാരും കൂടെ. വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിലേ വേസ്റ്റ് ബോക്സ് കിടന്നത് എടുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് മോന് ഇവിടെ നിൽക്കുന്നതാണ്. അവർ കളഞ്ഞത് വേസ്റ്റ് ബോക്സിൽ നിന്ന് കിട്ടി. പണ്ടൊക്കെ ദൈവം പിന്നെ തന്നെയാണ്, ഇപ്പൊ സ്പോട്ടിലാണ്. അതാ ഞാൻ പറഞ്ഞത്, അവസാനത്തെ ആ ഒരു രോമാഞ്ചിഫിക്കേഷൻ സീൻ പൊളിച്ച്.